ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയുടെ ഹൃദയഭാഗമായ ഇടപ്പള്ളിയിലാണുള്ളത്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ലുലു ഹൈപ്പർ മാർക്കറ്റിന് മുന്നിലാണ്. ഈ ഒരു ഇടപ്പള്ളിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഹൈപ്പർ മാർക്കറ്റാണ് ഈ ഒരു കൊച്ചിയിലുള്ള ഇടപ്പള്ളി ലുലു ഹൈപ്പർ മാർക്കറ്റ്. ആ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിനുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 6:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് ലുലു ഒന്നും ഓപ്പൺ ആകാനുള്ള സമയമായിട്ടില്ല. നമ്മുടെ കൊച്ചി ഇപ്പോൾ തിരക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ആയതുകൊണ്ട് ആളുകളൊക്കെ പുറത്തിറങ്ങി ഒരു ബിസി ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കൊച്ചി. അപ്പോൾ കൊച്ചിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. മെട്രോ ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. 6 മണിക്ക് തന്നെ മെട്രോ സ്റ്റാർട്ടായിട്ടുണ്ട്. ഫസ്റ്റ് ട്രെയിൻ പുറപ്പെടുന്നത് ആലുവ ടു മഹാരാജ. ഈ ഒരു ദിവസം ഞാനിപ്പോൾ കൊച്ചിയിലുണ്ടാവും. അപ്പോൾ കൊച്ചിയുടെ ഇപ്പോഴത്തെ കോവിഡ് കാലത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് നേരെ ഇവിടുന്ന് പോകേണ്ടത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചിയിലാണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിരക്കുകളുണ്ടോ എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളിപ്പം ഫോർട്ട് കൊച്ചി എത്തിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലും അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട്. ഏർലി മോർണിംഗ് ആയതുകൊണ്ടായിരിക്കാം നല്ലൊരു തിരക്ക് തന്നെ ഇവിടെ ഫോർട്ട് കൊച്ചിയിലുണ്ട്. എനിക്ക് തോന്നുന്ന ബോട്ടുകളൊക്കെ മീൻ പിടിച്ച് തിരികെ വന്നൊരു സമയം കൂടിയാണ് ഈ മോർണിംഗ് എന്ന് പറയുന്നത്. രാവിലെ തന്നെ ബോട്ടുകളൊക്കെ അവിടെ നിന്ന് മീൻ പിടിച്ച് കരക്കെത്തിയിട്ടുണ്ട്. ആ ഒരു തിരക്ക് കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സൈഡിൽ എന്തോ ഒരു നല്ലൊരു ബഹളം കേൾക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്താണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബഹളം കേട്ട ഭാഗത്തേക്ക് വന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ബോട്ടുകൾ മീൻ പിടിച്ച് തിരികെ എത്തിയ ഒരു കാഴ്ചയാണ്. അപ്പോൾ ആ ബോട്ടുകളിലുള്ള മീൻ ഇവിടെ നിന്ന് ലേലം വിളിച്ച് എടുത്തു കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട്. ആളുകളൊക്കെ കൂട്ടം കൂടി തന്നെ നിൽക്കുന്നുണ്ട്. എന്നാലും എല്ലാവരും മാസ്കുകളൊക്കെ ധരിച്ച് നല്ല രീതിയിൽ സേഫ്റ്റിയോടുകൂടി തന്നെയാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. കടലിൽ നിന്ന് മീനും പിടിച്ച് വന്നവരുടെ തിരക്ക് ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ കടലിലേക്ക് പുതുതായിട്ട് പോകുന്നവരുടെ തിരക്ക് വേറൊരു ഭാഗത്തുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചീനവല താഴ്ത്തിയിട്ട് പൊന്തിച്ച് മീൻ പിടിക്കുന്ന ഒരുത്തരുടെ തിരക്ക് ഇവിടെ തന്നെ കാണാം. ചീനവല കുറച്ച് നേരം വെള്ളത്തിലേക്ക് താഴ്ത്തിയിടും. എന്നിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിയുന്നേരം അത് വീണ്ടും പൊക്കി മുകളിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ കൂടെ തന്നെ പലതരം കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ വീഡിയോയിൽ തന്നെ ഇപ്പോൾ ഒരു കപ്പൽ ദൂരെ നിന്ന് വരുന്നുണ്ട്. അത് ഏകദേശം തുറമുഖത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ സൈഡിൽ നമ്മൾ കാണുന്നത്. ചെറിയ എമൗണ്ടിൻ്റെ മീൻ മുതൽ വലിയ എമൗണ്ടിൻ്റെ മീൻ വരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യത്യസ്ത പല തരത്തിലുള്ള മീനുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ദൂരെ നിന്ന് വരുന്ന ബോട്ട് മീൻ പിടിക്കാൻ പോയവരുടെ ബോട്ടാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു ഫോർട്ട് കൊച്ചിയുടെ തുറമുഖത്തേക്ക് അടുത്ത് വരുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സമയത്ത് പോലും ഫോർട്ട് കൊച്ചിയിൽ യാതൊരു പ്രോബ്ലംസും ഇല്ല. എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു കൊച്ചിയിലെ വൺ ഡേ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ഫോർട്ട് കൊച്ചി. അവിടെ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെയും കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് വൈറ്റിലേക്കാണ്, വൈറ്റില ജംഗ്ഷനിലേക്ക്. അങ്ങനെ നമ്മളിപ്പോൾ വൈറ്റില ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
വൈറ്റില മേൽപ്പാലം ഇപ്പോൾ ഉദ്ഘാടനത്തിനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനത്തിനായി തയ്യാറായി നിൽക്കുന്ന വൈറ്റില മേൽപ്പാലം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടു മുകളിലായി നമുക്ക് മെട്രോയുടെ ലൈനും കൂടി കാണാം. മെട്രോ പാലം കൂടിയും ഈ ഒരു വൈറ്റില മേൽപ്പാലത്തിൻ്റെ തൊട്ടു മുകളിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ മെട്രോ കടന്നു പോകുന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് ഈ ഒരു ഷോട്ടിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊച്ചിയിൽ വന്നാൽ കൊച്ചിയുടെ ഏത് ഭാഗത്ത് പോയാലും വലിയ ഫ്ലാറ്റുകളുടെ ഒരു സമുച്ചയം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. എണ്ണിയാൽ തീരാത്ത ഫ്ലാറ്റുകളാണ് ഈ ഒരു കൊച്ചി നഗരത്തെ മനോഹരമാക്കുന്നത്. അവിടുന്ന് നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഒരു പാലം കാണില്ല. ഈ ഒരു പാലത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം കാണുമ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലാവും. അത്രയ്ക്ക് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നൊരു പാലം കൂടിയാണ് ഈ ഒരു പാലം. ഇതിൻ്റെ പേര് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കും. ഇതിൻ്റെ പേരാണ് പാലാരിവട്ടം പാലം. ഈ ഒരു പാലാരിവട്ടം പാലത്തിൻ്റെ സൈഡിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ചെയ്യുന്നത്, പാലം പൊളിക്കുകയാണോ അതോ പാലം നിർമ്മിക്കുകയാണോ എന്നാ നിങ്ങൾ സംശയിക്കേണ്ട. ഇതിപ്പോൾ പാലം പൊളിച്ച് പണിയുകയാണ്. ഒരു പ്രാവശ്യം പാലം ഉണ്ടാക്കിയിട്ട് അത് വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് പാലം ജർക്കിംഗ് ആയതുകൊണ്ട് വീണ്ടും പൊളിച്ച് പണിയുന്നൊരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഈ പാലാരിവട്ടം പാലത്തിനെ പറ്റി അധികം ഞാൻ വർണ്ണിക്കേണ്ട ഒന്നും ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ഏകദേശം ആളുകൾക്കൊക്കെ അറിയുന്ന ഒരു പാലമാണ് ഈ ഒരു പാലാരിവട്ടം പാലം. ഇപ്പോൾ കൊച്ചി ലൈഫ് എന്ന് പറയുന്നത്, കൊച്ചി ഇപ്പോൾ ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടി നിൽക്കുകയാണ്. ഈ രണ്ട് പാലം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഗതാഗത കുരുക്കിന് പരിഹാരമാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം രണ്ട് പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡ് കൂടിയായിട്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പാലം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഗതാഗത കുരുക്കിന് നമുക്ക് പരിഹാരമായി എന്ന് തന്നെ വിശ്വസിക്കാം. ഇപ്പം ഞാനുള്ളത് കൊച്ചിയിലെ പത്തടിപ്പാലം മെട്രോ സ്റ്റേഷനിലാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് മെട്രോയിലെ യാത്ര എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിലൂടെ നോക്കാം. കൊച്ചിയുടെ ഹൃദയഭാഗത്തു കൂടെ നമുക്ക് യാത്രകളൊക്കെ നടത്താം. കൊച്ചി നഗരത്തിലൂടെ തലങ്ങും വലങ്ങും ഒരു യാത്രയൊക്കെ നടത്തി നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. ടിക്കറ്റ് കൗണ്ടറിലും തികച്ചും സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടുള്ളൊരു ടിക്കറ്റിംഗ് രീതിയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ടിക്കറ്റൊക്കെ കിട്ടി ഇനിയിപ്പോൾ നമ്മൾ മെട്രോയിലേക്ക് പോവുകയാണ്. മെട്രോയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടുത്തെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു ടിക്കറ്റാണ് നമ്മളിപ്പോൾ ഇവിടെ സ്വൈപ്പ് ചെയ്യേണ്ടത്. സ്വൈപ്പ് ചെയ്താൽ നമുക്കുള്ള എൻട്രി അവിടെ കിട്ടും. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ നേരെ ട്രെയിൻ വരുന്ന ഏരിയയിൽ അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ട്രാക്കിൽ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഏകദേശം ഇവിടെയും കാര്യമായ തിരക്കുകളൊന്നും ഇല്ല. നല്ല രീതിയിൽ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഇവിടെയും ആളുകളൊക്കെ നിൽക്കുന്നതും അതുപോലെ തന്നെ ടിക്കറ്റ് കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും തികച്ചും എന്താ പറയുക, കോവിഡ് കാലമായതുകൊണ്ട് ആ രീതികളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ട്രെയിൻ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്രെയിമിൽ തന്നെ 2 മെട്രോ ട്രെയിനുകൾ നമുക്ക് ഇവിടെ പകർത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പുറത്തെ ട്രാക്കിൽ ഓൾറെഡി ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ കയറിയിട്ട് വേണം നമുക്ക് കൊച്ചിയുടെ ഹൃദയ ഭാഗത്തു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ. തലങ്ങും വിലങ്ങും യാത്ര ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തികച്ചും കോവിഡ് പ്രോട്ടോക്കോളും കോവിഡ് നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടാണ് ഈ ഒരു ട്രെയിൻ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ ഒരു മെട്രോ ഇപ്പം പ്രവർത്തിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കയറിയത് മുതൽ നമുക്ക് നിൽക്കാനുള്ള സ്ഥലം വരെ മെട്രോയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സീറ്റുമിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇരിക്കരുത്. ഇപ്പോൾ തിരക്കായാൽ നിന്ന് പോവുകയാണെങ്കിൽ പോലും സാമൂഹ്യ അകലം പാലിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് നമുക്ക് ഈ ഒരു ട്രെയിനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വൺ ഡേ ലൈഫിൽ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്നത് ഒന്നാമത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും. ഇപ്പോൾ മെട്രോ ഒക്കെ ഓപ്പൺ ആക്കിയല്ലോ, മെട്രോയിൽ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് എന്നൊക്കെ പല ഡൗട്ടുകളും ആളുകൾക്ക് ഉണ്ടാവും. തിരക്കുകളുണ്ടോ എന്നൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. ആ ഒരു ഡൗട്ടുകളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ അത്യാവശ്യം എമർജൻസി ഉള്ള ആളുകൾ മാത്രമാണ് ഈ ഒരു ട്രെയിൻ സർവീസ് ഉപയോഗിക്കുന്നുള്ളൂ. ജോലിക്കാർ മാത്രമാണ് ഈ ഒരു മെട്രോ സർവീസ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ മെട്രോൻ്റെ ഉള്ളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ
വലിയ തിരക്കുകളൊന്നും നമ്മളിപ്പം കാണുന്നില്ല. അതുപോലെ തന്നെ കറക്റ്റ് നിർദ്ദേശങ്ങൾ നമുക്കിവിടെ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് മെട്രോ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഏത് സ്റ്റേഷനിലാണ് ഉള്ളത്, അടുത്ത് ഏത് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് എന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻ ഈ ഒരു സ്ക്രീനിൽ കാണുന്നുണ്ട്. സ്റ്റേഷൻ എത്താനാവുന്ന സമയത്ത് തന്നെ അതിനുള്ള ഒരു നിർദ്ദേശം കൂടി നമുക്ക് ഈ ഒരു മെട്രോയിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ കോവിഡ് കാലമായതുകൊണ്ട് യാത്രക്കാരുടെ ഒരു സുരക്ഷയും കൂടി ഈ ഒരു മെട്രോ സർവീസ് കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അതിനുള്ള നിർദ്ദേശം കൂടി ഈ ഒരു മെട്രോയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. കൊച്ചി മെട്രോയിലൂടെ നമ്മളിപ്പം കൊച്ചിയുടെ ഹൃദയഭാഗത്തുകൂടെ പല ഏരിയകളിലൂടെ പല സ്റ്റേഷനുകൾ താണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളുടെ സമുച്ചയം തന്നെ ഈ ഒരു മെട്രോയിൽ നമുക്ക് കാണാൻ പറ്റും. കൊച്ചി മെട്രോ കടന്നു പോകുന്നത് കൊച്ചിയുടെ മെയിനായിട്ടുള്ള ഏരിയകളിലൂടെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ കൊച്ചിയുടെ വൺ ഡേ ലൈഫിലെ യാത്രകളൊക്കെ ചെയ്ത് കൊച്ചി നഗരത്തിലൂടെ യാത്രകളൊക്കെ കഴിഞ്ഞ് നമ്മളുടെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് തിരിച്ചു വരിക. നമ്മൾ വരുന്ന സമയത്ത് കുന്നംകുളം കഴിഞ്ഞ ശേഷം പാതയോരത്ത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു തട്ടുകട കാണാം. തികച്ചും സ്പാനിഷ് മോഡൽ ഒരു തട്ടുകട. രണ്ട് സൈഡിലായിട്ട് ചെടികൾ കൊണ്ടുള്ള ഒരു അടിപൊളി ഡെക്കറേഷൻ കൂടിയുണ്ട്. ഈ ഒരു തട്ടുകടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു തട്ടുകടക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള പല ഐറ്റംസ് ഉണ്ട്. ഈ ഒരു തട്ടുകടയുടെ പേരും ഒരു വെറൈറ്റി പേരാണ്. പാനീസ് തട്ടുകട എന്നാണ് ഈ ഒരു തട്ടുകടയുടെ പേര്. ഞാനൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി. ഈ ഒരു കൊച്ചിയിലെ വൺ ഡേ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.